മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കൂനൂ ലിഖബൂലിൽ അമലി അശദ്ദഹുമാ മിൻകും ബിൽ അമലി. നിങ്ങൾ ഒരു അമൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ആ അമലിൻ്റെ ഖബൂലിയത്തിനാണ്, ആ അമൽ സ്വീകരിക്കുന്ന കാര്യത്തിനാണ്. ഒരു നിസ്കാരം നമ്മൾ നിസ്കരിക്കുക എന്നതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയം ആ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിനായിരിക്കണം എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. അതിന് മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താ? അലം തസ്മഉല്ലാഹ യഖൂൽ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വാചകം കേട്ടിട്ടില്ലേ? അല്ലാഹുവിൻ്റെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ്, തഖ്വയുള്ളവരിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമലുകളും സ്വീകരിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. തഖ്വയില്ലാത്ത ആളുകളിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ തഖ്വ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു അമൽ ചെയ്യുക എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? ആ അമലോടുകൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായി തഖ്വയോടുകൂടി ചെയ്യുക. മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യാതിരിക്കുക, റിയാഇന് വേണ്ടി ചെയ്യാതിരിക്കുക, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ മുൽക്കിലുള്ളൊരു വാചകാണല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നന്നായി അധ്വാനിക്കുന്നത്, നന്നായി അമൽ ചെയ്യുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല മരണത്തെ സൃഷ്ടിച്ചത്, അല്ലാഹു തആല ജീവിതത്തെ സൃഷ്ടിച്ചത് എന്നതിൻ്റെ വിശദീകരണത്തെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാത്മാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഇബ്രാഹിം ഇബ്നുൽ അശ്അസ് റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാനവറുകൾ പറയുന്നു, ആരാണ് ഏറ്റവും ഇഖ്ലാസോടെയും ശരിയായിട്ടും ചെയ്യുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അർത്ഥം. അഥവാ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല എന്ന് പറഞ്ഞതിന് താല്പര്യം നിങ്ങളിൽ ആരാണ് നന്നായിട്ട് അധ്വാനിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? എന്തുമാത്രമാണ്? നിങ്ങളിൽ ആരാണ് നല്ല രൂപത്തിൽ ശരിയായ രൂപത്തിൽ അമൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ വിശദീകരിക്കുന്നതായിട്ട് കാണാം. ഒരാളൊരു കർമ്മം ചെയ്യുകയാണ്. ആ കർമ്മം ചെയ്യുന്ന സമയത്ത് ഒരു അമലിയ നിസ്കരിക്കുകയാണ് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഇഖ്ലാസ് ഉണ്ട് അയാൾക്ക്. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന ചിന്ത അയാൾക്കുണ്ട്, അയാളുടെ നിയ്യത്തൊക്കെയാണ്. പക്ഷേ അയാളുടെ നിസ്കാരം യഥാർത്ഥ രൂപത്തിലല്ല. നിസ്കാരത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് അയാളുടെ. ഇനി വേറൊരാൾ, അയാൾ അമൽ നന്നായി ചെയ്യുന്നുണ്ട്, നിസ്കാരം അതിൻ്റെ പെർഫെക്റ്റ് വേർഷന് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇഖ്ലാസ് ഇല്ല. ഇത് രണ്ടും കൊണ്ടും കാര്യമില്ല. ഒന്നാമത് പറഞ്ഞ ഉദാഹരണം മനസ്സിലായോ? ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, നന്നായി നിസ്കരിക്കുന്നുണ്ട്, എല്ലാ സുന്നത്തും ഫർളും പാലിച്ച് നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ എന്തില്ല? ഇഖ്ലാസ് ഇല്ല. മറ്റുള്ളവർ കാണണം എന്ന് എഴുതി നിസ്കരിക്കുന്നു. രണ്ടാമത്തെ ആളുടെ പറഞ്ഞ എന്താ? അയാൾ എന്ത് ചെയ്യുന്നു? ഇഖ്ലാസ് ഉണ്ട് അയാൾക്ക്, പക്ഷെ എങ്ങനെ നിസ്കരിക്കണം എന്നറിയുന്നില്ല. ഇങ്ങനത്തെ വിഷയം വന്നു. ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ട്, എന്തുണ്ട്? അമൽ നല്ല രൂപത്തിലാണ്. മറ്റൊരാൾക്ക് അമലുണ്ട്, ഇഖ്ലാസ് ഇല്ല. ഇങ്ങനെ വന്നു. ഈ രണ്ട് നിസ്കാരം കൊണ്ടും കാര്യമില്ല, ഈ രണ്ട് നിസ്കാരവും സ്വീകരിക്കപ്പെടൂല എന്നുള്ളതാണ് മഹാത്മാക്കൾ പഠിപ്പിച്ചത്. അപ്പം ചുരുക്കത്തിൽ നിസ്കാരം എന്ത് അമലായിക്കോട്ടെ, നിസ്കാരമായിക്കോട്ടെ, നോമ്പായിക്കോട്ടെ, എന്ത് അമലായിക്കോട്ടെ, അത് സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് വേണം. അത് സാധുത ഉണ്ടാവണമെങ്കിൽ, അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഏതും വേണം. അത് അല്ലാഹു തആല സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കൃത്യമായ രൂപത്തിൽ ചെയ്യുകയും വേണം. ഇഖ്ലാസും വേണം, അതോടൊപ്പം തന്നെ കൃത്യമായ രൂപത്തിൽ ചെയ്യും വേണം. അവിടെ ഇൽമും വേണം, തഖ്വയും വേണം. മഹാനായ, ഓർമ്മ ശരിയാണെങ്കിൽ അബൂ ഹനീഫ് ഇമാമിൻ്റെ കാലത്ത് തോന്നുന്നുണ്ട്, മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ഒരു ആബിദായ മനുഷ്യൻ നിസ്കരിക്കുന്നു, ധാരാളം ഇബാദത്തിൻ്റെ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ മുന്നിലൂടെ ഒരു എലി ഇങ്ങനെ ശല്യപ്പെടുത്തി. മഹാനവർ നിസ്കരിക്കുമ്പോൾ ഒരു എലി ഇങ്ങനെ ശല്യപ്പെടുത്തി. ഇയാൾക്ക് എന്ത് ചെയ്തു? ഇത് ദേഷ്യം വന്നിട്ട് എലിനെ തച്ചു വന്നു.
എലിനെ തല്ലിക്കൊന്ന സമയത്ത് ഇയാൾക്കൊരു വിഷമം, അല്ലാ എലിനെ കൊല്ലണ്ടായിരുന്നു, ഞാൻ കാരണം ഒരു ജീവൻ പോയല്ലോ. എന്നിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു? അതിന് പ്രായശ്ചിത്തായിട്ട് ആ എലിനെ ഒരു കയറിൽ കെട്ടി, ഒരു നൂലിൽ കെട്ടി, ആ നൂലിൽ കെട്ടി അതിനെ കഴുത്തിൽ തൂക്കിയിട്ട് നിസ്കരിച്ചു ആ മനുഷ്യൻ. അയാളൊരു പ്രായശ്ചിത്തം ചെയ്തതാണ്, ഞാനിങ്ങനെ ഒരു എലിനെ കൊല്ലാൻ പാടില്ലായിരുന്നല്ലോ, അപ്പോൾ അതിന് അള്ളാഹുവിനേക്ക് പൊരുത്തപ്പെട്ട് തരട്ടെ എന്ന് കരുതി ചെയ്തതാണ്. ഇത് പിന്നീട് മഹാനവറുകൾ അറിഞ്ഞപ്പോഴാണ് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇയാൾ ഒരുപാട് നിസ്കാരം അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് ഇയാൾ. കാരണം അത് നജസ്സല്ലേ, നജസ്സുമായി ബന്ധപ്പെട്ട് നിസ്കരിക്കാൻ പാടില്ല എന്ന വിവരം ആർക്കില്ല, ഈ മനുഷ്യനില്ല. എന്നാൽ അയാൾ ധാരാളം നോമ്പ് നിൽക്കുന്ന ആളും നിസ്കരിക്കുന്ന ആളുമാണ്. അപ്പോൾ അത് ഇൽമും വേണം, തഖ്വയും വേണം. ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പഠിക്കണം. അതോടൊപ്പം തന്നെ നിയ്യത്ത് നന്നാക്കി ഇഖ്ലാസോടുകൂടി ആ കാര്യം ചെയ്യും വേണം. അപ്പോൾ എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? വൽ ഖാലിസു ഇദാ കാന ലില്ലാഹി. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? വൽ ഖാലിസു ഇദാ കാന ലില്ലാഹി. എന്ത് അമൽ ചെയ്യുമ്പോഴും അല്ലാഹുവിൻകാണ് എന്നുള്ള ചിന്ത, ഇതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇനി ഒരു അമൽ സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണ് വേണ്ടത്? വസ്സവാബു. സവാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദാ കാന അലാ സുന്നതി. ആ അമലിൻ്റെ പരിപൂർണമായ റൂട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? ഇദാ കാന അലാ സുന്നതി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന് പഠിപ്പിച്ചു തന്ന വഴിയിലായിരിക്കണം ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇൽമും തഖ്വയും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടും വേണം. ഇഖ്ലാസ് വേണം, ഇൽമു വേണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ റൂട്ടിൽ വേണം. ഞാൻ മുമ്പ് കഴിഞ്ഞ വർഷത്തിലൊരു സ്ഥലത്ത് ഇതുപോലെ ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞു, കഫം, നിസ്കാരത്തിൽ കഫം നമ്മൾ ഉള്ളിലോട്ട് ഇറക്കിയാൽ നിസ്കാരം ബാത്തുലായി പോകും. നമ്മൾ ഭക്ഷണം കഴിച്ച സമയത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം വായയിലുണ്ട്, അത് നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ ഇടസമയത്ത് വെച്ച് അത് നമ്മൾ ഇറക്കിപ്പോയി, നിസ്കാരം ബാത്തുലായി പോകും. നോമ്പ് ബാത്തുലായി പോകുമല്ലോ. കഫിറക്കിയാലും ചെറിയൊരു അവശിഷ്ടം വായിലുണ്ടെങ്കിൽ അതിറക്കിയാലും നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നതുപോലെ തന്നെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ആകുന്ന സമയത്ത് റമദാനൊക്കെ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് മധുരമുള്ള ജ്യൂസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ച് വായ കൃത്യമായിട്ട് വൃത്തിയാക്കാതെ വന്ന് നിസ്കരിച്ചാൽ, ആ നിസ്കരിക്കുന്നതിനിടയ്ക്ക് ഈ കഴിച്ചതിൻ്റെ ആ ഒരു മധുരം, ആ ഒരു രുചിയോടുകൂടി ഉമിനീര് വായിലോട്ടിറക്കിയാൽ നിസ്കാരം ബാത്തുലായി പോകും. നിസ്കാരം ബാത്തുലായി പോകും. അവർ കൃത്യമായി വൃത്തിയാക്കുക തന്നെ വേണം. ഇത് ഞാൻ ക്ലാസ് എടുത്തപ്പോഴാണ് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, അയാൾക്ക് ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ പലപ്പോഴും ഷുഗർ ഡൗൺ ആകും, ഷുഗർ ഹൈ ലെവലിലോട്ടെത്തും. അപ്പോൾ അതുകൊണ്ട് അയാൾ ചില സമയത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ വായയിൽ ചെറിയ മിഠായിട്ട് നിസ്കരിക്കും. അയാളുടെ ഷുഗർ ബാലൻസ് വേണ്ടി മിഠായിട്ട് നിസ്കരിക്കും. വർഷങ്ങളോളം ആ മനുഷ്യൻ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിസ്കാരം ബാത്തുലായി പോവും. അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഇൽമു വളരെ പ്രധാനപ്പെട്ടതാണ്. മൈന്യൂട്ടായ പല വിഷയങ്ങളിൽ പോലും എന്ത് നഷ്ടപ്പെട്ടു പോകും? ഇൽമ് ഇല്ലെങ്കിൽ ആ അമൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മുടെ ഇത്തരം ക്ലാസ്സുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും വലിയ വലിയ വീഴ്ചകളുണ്ടാകും. ആ വലിയ വലിയ വീഴ്ച നമ്മൾ ശ്രദ്ധിക്കാൻ വേണം.